ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചന പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു, പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. നല്ല വക മുന്തിരിവള്ളി നട്ടതാണ്. നല്ലൊരു പശ്ചാത്തലം നമുക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിൽ സന്തോഷിക്കുന്ന കാര്യമാണ്. പിതാക്കന്മാരുടെ കാലത്ത് ശരിയായ വിശ്വാസം നമ്മെ പഠിപ്പിച്ചതായിരുന്നു. ശരിയായ വിശ്വാസം അതിപ്പോഴത്തെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും കൂദാശകളും എല്ലാം വായിക്കുമ്പോൾ, അതിൻ്റെ ക്രമങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും എന്തൊരു ഉന്നതമായ ചിന്താഗതിയായിരുന്നു പിതാക്കന്മാർക്കുണ്ടായിരുന്നത്. ശരിയായ ആത്മീയമായ ചിന്താഗതി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൈമോശം വന്നു പോയി. ഇന്ന് സ്വത്തെല്ലാം പോയി. ഏതാ ആത്മീയ സമ്പത്ത്. ഇന്ന് പിതാക്കന്മാർ തന്ന സ്വത്തെല്ലാം കളഞ്ഞു കുളിച്ചു. എന്നാൽ ദൈവം നമുക്ക് വിലപ്പെട്ട സമ്പത്താണ് തന്നത്. വിലപ്പെട്ട സമ്പത്ത് ഉറിയുമായി പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടെങ്കിലും സമ്പത്ത് അത് നാം തിരിച്ചെടുക്കണം.
വാസ്തവത്തിൽ ഇതുപോലുള്ള കൂട്ടായ്മകളുടെ ഉദ്ദേശം അതാണ്. നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരികെ പ്രാപിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ഒരു സമ്പത്തുണ്ട് നമുക്ക്. പൂർവികമായി നമ്മൾ നേടിയെടുത്തൊരു സമ്പത്തുണ്ട്. പൂർവികമായ പിതാക്കന്മാരുടെ കാലത്ത് നേടിയ ഒരു സമ്പത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ രാവിലെ ഉറങ്ങുമ്പോഴൊരിക്കൽ കാവലെനിക്ക് തിരുരക്തം നിങ്ങളുടെ രൂപത്തിന് സദാ നീ വിടുതൽ നൽകിയെന്ന് ഗീതമുണ്ടല്ലോ. രാവിലെ ഉറങ്ങുമ്പോഴൊരിക്കൽ കാവലെനിക്ക് തിരുരക്തം. ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞാൻ ഇതാ ഉറങ്ങാൻ പോകുന്നു, നിൻ്റെ തിരുരക്തം എനിക്ക് കാവലായി നിൽക്കണമേ. പ്രാർത്ഥിക്കുന്നു. ചിലം ചിന്തിച്ചിട്ടാണ് പറയുന്നത്. പാടുന്നുണ്ട്, പാട്ടുപാടി പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്, പക്ഷേ ചിന്തിക്കുന്നില്ല എന്താണ് ഞാൻ പാടിയത്, എന്താണ് ഞാൻ പ്രാർത്ഥിച്ചത്. രാവിലെ ഉറങ്ങുമ്പോഴരികിൽ കാവലെനിക്ക് തിരുരക്തം, നിങ്ങളുടെ രൂപത്തിന് സദാ നീ വിടുതൽ തന്നിടണമേ. നിൻ്റെ രൂപമാണ് ഞാൻ, നിൻ്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ നീ സൃഷ്ടിച്ചത് എൻ്റെ രൂപമാണ് ഞാൻ. ഈ രൂപത്തിന്, ഈ ശരീരത്തിന്, ഈ ആത്മാവിന്, ഈ ആളത്വത്തിന് നീ സദാ മോചനം തരണം, വിടുതൽ തരണം, മോചനം തരണം, പിശാച് തൊടാതെ നീ കാക്കണം. ഇതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്കൊന്നും ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല. ആരും നല്ല പൊതുവേ തന്നെ ഇന്ന് ഇതെല്ലാം ഒരു ചൊല്ലിത്തേക്കലും. പക്ഷേ ഇത് അനുഭവത്തിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമുള്ള ജീവിതം ക്രിസ്തീയ നയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അനുഭവമുള്ള ജീവിതം, നിരന്തരം ക്രിസ്തുവിനോട് ചേർന്നുള്ളൊരു ജീവിതം, ക്രിസ്തു പ്രസാദിക്കുന്നൊരു ജീവിതം. എൻ്റെ അകവും പുറവും കാണുന്ന ക്രിസ്തു എന്നിൽ പ്രസാദിക്കണം. എപ്പോഴും ക്രിസ്തു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുമയമായൊരു ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. കുറേ അറിവുകൾ നേടുന്നതല്ല എന്ന് ഞാൻ വീണ്ടും പറയട്ടെ, അറിവ് നേടുന്നതല്ല. ക്രിസ്തീയ ജീവിതം യേശുക്രിസ്തുവിനോട് ഒത്തൊരുമിച്ച് പോകുന്ന ഒരു ജീവിതം. യേശുക്രിസ്തു പ്രസാദിക്കാത്തത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ലെന്നുള്ള നിർബന്ധമുള്ളൊരു ജീവിതം. പിശാച് അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് നിർബന്ധമുള്ള ജീവിതം. ഇന്ന് ഈ ആക്സിഡൻസ് ഉണ്ടാക്കുന്നതാരാണ്? പിശാചാണ്. ഇന്ന് നഷ്ടം വരുത്തുന്നതാരാണ്? പിശാചാണ്. ബിസിനസ്സിൽ നഷ്ടം വരുത്തുന്നതാരാണ്? പിശാചാണ്. കുടുംബത്തിൽ കലക്കം ഉണ്ടാക്കുന്നതാരാണ്? അതും പിശാച്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കുന്നതാരാണ്? അതും പിശാച്. നമ്മുടെ ബിസിനസ്സിൽ തോൽവി വരുത്തുന്നതാരാണ്? അതും പിശാച്. ഇതെല്ലാം പിശാച് ചെയ്യുന്ന കടികളാണ്. ദൈവം ഒന്ന് ചെയ്യുന്ന, ദൈവം ശിക്ഷിക്കുകയല്ല. ദൈവത്തിന് ശിക്ഷ അതല്ല. ദൈവം പിശാച് ചെയ്യുന്ന ഈ കൊടും ചെയ്തികളെ ദൈവം കർത്താവ് കൃപയാൽ വന്ന് അത് തട്ടിമാറ്റി തരികയാണ് ചെയ്യുന്നത്. അത് നമ്മിലേക്ക് ബാധിക്കാതെ കർത്താവ് നമ്മെ നോക്കി കാത്ത് പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് പിശാച് ചെയ്തതായ നഷ്ടവും കഷ്ടവും എല്ലാം നന്മയ്ക്കാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. 4 വാക്യം മുതൽ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്താ ചെയ്യാനുള്ളത്? എല്ലാം തന്നില്ലേ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾക്കെല്ലാം തന്നില്ലേ? നിങ്ങൾക്ക് ഇന്നൊരു ആയുസ് തന്നല്ലോ. ഇന്നത്തെ ദിവസം കൂടി ജീവിക്കാൻ സാധിച്ചല്ലോ. ഇന്നത്തെ ദിവസം കൂടി വചനം കേൾക്കാൻ സാധിച്ചല്ലോ. ഇന്നത്തെ ദിവസം കൂടി കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിലിരിക്കാൻ സാധിച്ചല്ലോ. അതൊരു ഭാഗ്യമല്ലേ? ഇത് മഹാഭാഗ്യമാണ് കിട്ടിയത്. ഇത് ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? അടുത്ത വാക്യം, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നു, പക്ഷേ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? എൻ്റെ പ്രതീക്ഷ വലുതായി. നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റിയില്ല. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വന്നു, നന്നായി. പക്ഷേ ഫലമെന്ത്? നിങ്ങൾ പിന്നെയും തെറ്റിലേക്ക് പോയി. പന്നി കുളിച്ചിട്ട് ചെളിയിലേക്ക് തീയുന്നത് പോലെ, നായ ഛർദ്ദിച്ചിലേക്ക് തിരിഞ്ഞ് പിന്നെയും ഭക്ഷിക്കാൻ തുടങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിന്നെയും തിന്മയിലേക്ക് പോയി. കിട്ടേണ്ടത് നിങ്ങൾ കിട്ടി. വചനം എന്താണെന്ന് കിട്ടി. വചനം എന്താണെന്ന് അറിഞ്ഞു. എന്താണ് ആത്മീയമെന്ന് മനസ്സിലായി. എങ്ങനെ ജീവിച്ചാലാണ് ദൈവം പ്രസാദിക്കുന്നത് മനസ്സിലായി. എല്ലാം മനസ്സിലായി. പക്ഷേ നിങ്ങളെ തന്നെ മറന്നുപോയി. കിട്ടിയ അനുഗ്രഹങ്ങൾ മറന്നുപോയി. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. അതെന്ത്? കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? പിന്നെ, ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. കർത്താവ് പറയുകയാണ്, എൻ്റെ മുന്തിരിത്തോട്ടത്തോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ അറിയിച്ചു തരാം. സ്തോത്രം. ഞാൻ എല്ലാം തന്നല്ലോ, പക്ഷേ നിങ്ങൾ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു തരാം. പിന്നെ, ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും. വേലി പൊളിച്ചു കളയും. നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നത് പൊളിച്ചു കളയും. നിങ്ങൾക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിരുന്നത് പൊളിച്ചു കളയും. വേലി പൊളിച്ചു കളയും. ദൈവം നമുക്കൊരു സംരക്ഷണം തന്നിരുന്നു. സംരക്ഷണം. ആ സംരക്ഷണം അത് പൊളിച്ചു കളയുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട കാര്യമാണ്. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ചുറ്റും കെട്ടിയിരുന്നതായി വേലിയൻ പൊളിച്ചു കളയും. പിശാച് നിങ്ങളെ നശിപ്പിക്കും. ശത്രു വന്ന് നിങ്ങളെ ഈ തോട്ടം മുഴുവൻ നശിപ്പിച്ച് കളയും.
നിങ്ങൾക്ക് ഞാൻ സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നു, പക്ഷേ ഈ തോട്ടത്തിൽ നിന്ന് കാട്ടുപന്നിയെ അയച്ചതുകൊണ്ട് ഞാൻ ഈ തോട്ടത്തിൻ്റെ വേലി പൊളിച്ചു കളയും, കാട്ടുപന്നി വന്നതിന് മാന്തി കളയും. 80 സങ്കീർത്തനം വായിക്കും. 80 സങ്കീർത്തനം. നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു, ആ മുന്തിരിവള്ളി നട്ടു, നീ അതിനെ തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു, ആ മുന്തിരിവള്ളി വേരൂന്നി ദേശത്ത് പരന്നു, അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, ആ മുന്തിരിവള്ളിയുടെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ പോലും മൂടിയിരുന്നു. മനോഹരമായ മുന്തിരിവള്ളിയായിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. മുന്തിരിവള്ളി കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയായിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും നീട്ടിയിരുന്നു. ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. നല്ല കുളിർമയുള്ള സ്ഥലത്ത് നിൽക്കുന്നത് പോലെ നല്ല തഴച്ചു വളരുകയായിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത്? പക്ഷേ വഴി പോകുന്നവരൊക്കെയും അതിനെ പറിച്ചു കളഞ്ഞു, അതിന്റെ വേലി പൊളിച്ചു കളഞ്ഞു. നീ എന്താണ് ഇങ്ങനെ ചെയ്തത് കർത്താവേ? നീ എന്താണ് ഈ മുന്തിരിത്തോട്ടത്തിൽ ഇങ്ങനെ ചെയ്തത്? വഴി പോകുന്നവരൊക്കെ ഇതിനെ പൊളിച്ചു കളയാന്നൊക്കെ അതിന്റെ വേലി നീ പൊളിച്ചു കളഞ്ഞത് എന്തിന്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. നീ മുന്തിരിത്തോട്ടത്തിൽ ഭംഗിയായിട്ട് നട്ടതാണ്, പക്ഷേ കാട്ടുപന്നി ഇന്ന് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എന്താണ് അങ്ങ് സംഭവിച്ചത്? വേലി പൊളിച്ചു കളഞ്ഞു കർത്താവേ. അത് വയലിലെ മൃഗങ്ങൾ തിന്നുകളയുന്നു, നശിപ്പിച്ചു കളയുന്നു. നല്ലൊരു മുന്തിരിത്തോട്ടം പക്ഷെ നശിപ്പിച്ചു കളയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേക ജീവിതങ്ങൾ കാട്ടുപന്നി മാന്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടപിശാച് അനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ സമാധാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഷ്ടവും നഷ്ടവും വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹം വറ്റിപ്പോയിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഉറവകൾ വറ്റിപ്പോയിരിക്കുന്നു. കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു. പിന്നെ വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരയണമേ. കർത്താവേ, നീ തിരിഞ്ഞു വരണമേ. കർത്താവേ, ഞങ്ങളോട് കോപിക്കല്ലേ, നീ ഞങ്ങളുടെ ഇടയിലേക്ക് തിരിഞ്ഞു വരയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നീ നട്ട മുന്തിരിവള്ളിയല്ലേ? ഈ മുന്തിരിവള്ളിയിൽ നിന്ന് കാട്ടുപന്നി മാന്തി കളഞ്ഞിരിക്കുന്നു, വയലുമൃഗങ്ങൾ തിന്നു കളഞ്ഞിരിക്കുന്നു. ഈ മുന്തിരിവള്ളിയെ നീ സന്ദർശിക്കണമേ. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും, നിന്റെ വലം കൈയല്ലേ നട്ടത്? നിന്റെ വലം കൈ നട്ടിട്ടുള്ള മുന്തിരിവള്ളിയാണല്ലോ ഞാൻ. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. കർത്താവേ, നീ നിനക്കായി വളർത്തിക്കൊണ്ടുവന്ന തയ്യല്ലേ, നീ ഇതിനെ പാലിച്ചു കൊള്ളണമേ. ഇന്ന് ശത്രു ഇത് നശിപ്പിച്ചു കളയുന്നു, കാട്ടുപന്നി മാന്തി കളയുന്നു, വയലുമൃഗങ്ങൾ തിന്നു കളയുന്നു. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതല്ലേ ഈ മുന്തിരിവള്ളി? നീ നട്ടല്ലേ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്? നീ നട്ടല്ലേ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്? കർത്താവേ, നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെ നീ മറക്കരുതേ എന്നാണ് പറയുന്നത്. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയതേയും പാലിക്കണമേ. പിന്നെ അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. അത് ശത്രു വന്ന തീ മനോഹരമായ മുന്തിരിത്തൊള്ളി വള്ളിയെല്ലാം തീ വെച്ച് ചുട്ടുകളയുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ ദർശനത്താൽ അവർ നശിച്ചു പോകുന്നു. കർത്താവേ, നീ ഒന്ന് ഫൽസിച്ചാൽ, നീ പൈശാചിനെ ശാസിച്ചകറ്റിയാൽ എങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിന്റെ കൈ ഈ ഉള്ളവന്മേൽ നിന്ന് മാറിപ്പോകരുത്. സ്തോത്രം. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ നീ നട്ടു, ഇത്രയും കാലം നീ എന്നെ കൊണ്ടുവന്നു. കിടക്ക് വന്നായിരുന്നു, അപകടങ്ങൾ വന്നായിരുന്നു, പാവങ്ങൾ വന്നായിരുന്നു, എല്ലാം നീ മാറ്റി എന്നെ ഇത്രത്തോളം എത്തിച്ചു. ഇത്രയും കാലം നീ എന്നെ കൊണ്ടു നടന്നു. എൻ്റെ കർത്താവേ, നാഥാ, നീ എന്നോട് മനസ്സറിയണം. നീ എന്നെ ഇത്രയും കാലം കൊണ്ട് നടന്നു. വലിയ പ്രതീക്ഷയോടെയാണ് നീ എന്നെ നട്ടത്. വലിയ പ്രതീക്ഷയോടെയാണ് എൻ്റെ വചനം നീ എനിക്ക് തന്നത്. കർത്താവേ, വലിയ പ്രതീക്ഷ നിനക്കുണ്ടായിരുന്നു എന്നെക്കുറിച്ച്. കർത്താവേ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലെ നല്ല മുന്തിരിവള്ളിയായി ഞാൻ നട്ട് നീ എന്നെ കൊണ്ടുവന്നതാണ്. പക്ഷേ കർത്താവേ, എനിക്കിന്ന് ന്യായം പറയാനാവുകയില്ല. എൻ്റെ ജീവിതത്തിൽ കാട്ടുപന്നി വന്ന് കയറിക്കൂടി, വയൽ മൃഗങ്ങൾ തിന്നുകളഞ്ഞു. കർത്താവേ, വേര് കാട്ടുപന്നി മാന്തി കളഞ്ഞു, കൊമ്പ് വയൽ മൃഗങ്ങൾ തിന്നുകളഞ്ഞു. അങ്ങനെ മുന്തിരിവള്ളി ശൂന്യമായിപ്പോയി. കർത്താവേ, നീ എന്നോട് മനസ്സറിയണമേ, ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ. നോക്കൂ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ലേ? അനേകം പേരിന്ന് പിശാചിൻ്റെ കളിപ്പാവുകളായി മാറിയിരിക്കുകയാണ്. സാത്താനിട്ട് പന്താടുകയാണ്, സാത്താൻ ഉപദ്രവിക്കുകയാണ്. അരുതാത്തതായ കാര്യങ്ങളിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് ബന്ധപ്പെട്ട് കൂടുകയാണ്. വേണ്ടാതനങ്ങളിലേക്ക്, തിന്മയിലേക്ക്, അഴുക്കായ കാര്യങ്ങളിലേക്ക്, പണത്തിൻ്റെ പിറകെ, പ്രതാപത്തിൻ്റെ പിറകെ, ആളുകളുടെ ബഹുമതിക്ക് പിറകെ ഓടുകയാണ്. മനുഷ്യൻ ഓടുകയാണ്. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, എൻ്റെ കർത്താവിന് സ്തോത്രം.
ഇന്ന് ഇവിടെ നാം സമ്പാദിക്കുന്നതൊക്കെയും നാം വിട്ടുപോകും, ഒന്നും കൂടെ പോരുകയില്ല. ഇന്ന് നാം നേടുന്നതൊക്കെയും അതെല്ലാം നാം വിട്ടുപോകും. എന്തെല്ലാം ഉണ്ടോ ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാതെ ഒരു നിമിഷം കൊണ്ട് എല്ലാം നാം വിട്ടങ്ങ് മാറിപ്പോകും. നാമോ അനന്തതയിലേക്ക് മാറും, നിത്യതയിലേക്ക് മാറും, മരണം വഴിയായി അപ്പുറം ലോകത്തേക്ക് കടക്കും. കർത്താവിന് സ്തോത്രം. അന്ന് ആർക്കും സഹായിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഡോക്ടേഴ്സ് പറയും, കൈയൊഴിഞ്ഞ് പറയും, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറയും. നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുക. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന് സ്തോത്രം. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും, ഇനി ഇവിടെ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് കാര്യമില്ല, വല്ല പാലിയേറ്റീവ് കെയറിൽ എവിടെയെങ്കിലും പോയി കിടത്തിയോ, ഇനി വേറെ ചികിത്സയൊന്നും പ്രത്യേകിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ എല്ലാ വഴിയും അടഞ്ഞു വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കൂടെ നിൽക്കാൻ യേശു വേണം. സ്തോത്രം. അപ്പോൾ കൂടെ നിൽക്കാൻ യേശു വേണം. യേശു കൂടെ നിൽക്കണം. സ്തോത്രം. വേറെ ആരും വേണ്ട. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപയാൽ ഈ മഹാഭാഗ്യം അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഭാഗ്യവശാൽ എനിക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ വചനം ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളതായ ഒരാഗ്രഹം എനിക്കുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി എൻ്റെ യേശുവെ ഞാനത് അനുഭവിച്ചിട്ട് പറയണമെന്നാണ് എൻ്റെ നിർബന്ധം. ഞാൻ അനുഭവിക്കാത്തൊന്നും പറയാനിട വരല്ലേ. ഞാൻ അനുഭവിക്കാത്തൊന്നും പറയാൻ എനിക്കിട വരല്ലേ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൃപയാൽ അതൊരു ഭാഗ്യം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൃപയാൽ കർത്താവിൻ്റെ ആ സ്നേഹം എന്താണെന്ന് അനുഭവിക്കാൻ എൻ്റെ ഉൾക്കണ്ണ് തുറന്നു തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓരോ നിമിഷവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കും സാധിക്കും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ കയ്പ് കുടിച്ച മനുഷ്യനാണ്, നിങ്ങൾക്കറിയാമല്ലോ. കയ്പ് കുടിച്ചു, ദുരിതം പിടിച്ചു, വലഞ്ഞു പോയി. സ്തോത്രം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു 17 വയസ്സ് വരെയുള്ള ജീവിതം അനാഥമായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനാണ് അത് വീണ്ടും വീണ്ടും പറയുന്നത്? അങ്ങനെയുള്ളവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചാണ് പറയുന്നത്. അനാഥനായിപ്പോയി. ഒരു വയസ്സിൽ എൻ്റെ അപ്പം മരിച്ചതോടുകൂടി ഞാൻ അനാഥനായിപ്പോയി. അമ്മ പാവം കഷ്ടപ്പെട്ട് എന്നെ വളർത്തി, വളരെ കഷ്ടപ്പെട്ട് വളർത്തി. വിശ്രമമില്ലാതെ അമ്മ അധ്വാനിച്ചു. ദൈവത്തിന് സ്തോത്രം. പാടത്ത് അമ്മ പഠിക്കൊന്നും പോയതല്ല. പാടത്ത് വേലക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൃഷി വേലക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ മനസ്സിൽ ഏറെ കഷ്ടപ്പെട്ടു, മനസ്സുകൊണ്ട് കഷ്ടപ്പെട്ടു. ഒട്ടേറെ യാതനകൾ സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. 30-ാമത്തെ വയസ്സിൽ വിധവയായ എൻ്റെ അമ്മ എന്നെ വളർത്താൻ വേണ്ടി മാത്രം ജീവിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ എൻ്റെ ജീവിതത്തിലെ 17-ാമത്തെ വയസ്സിൽ കർത്താവ് എനിക്കൊരു മാനസാന്തരം തന്നു. വചനം ഞാൻ കേട്ടു. വചനം എൻ്റെ ഉള്ളതിലേക്ക് തറഞ്ഞു കയറി. വചനം എൻ്റെ ഹൃദയത്തിൽ വന്നിട്ട് ഞാൻ അല്ലാതായി മാറി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മുൻകോപം മാറി, എൻ്റെ ദുശ്ശാഠ്യം മാറി, എൻ്റെ അഴുക്കായ ചിന്തകൾ മാറി. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ പ്രവൃത്തിയിലേക്കൊന്നും വേണ്ടാതനത്തിലേക്ക് പോയില്ല. എന്നാൽ ചിന്തകളിൽ തെറ്റുണ്ടായിരുന്നു. ചിന്തകളിൽ എൻ്റെ നിരൂപണങ്ങളിൽ തെറ്റുണ്ടായിരുന്നു, പാവമുണ്ടായിരുന്നു. എല്ലാം ഒന്നൊന്നായി കർത്താവ് അറുത്തുമുറിച്ച് മാറ്റി തന്നു. കർത്താവിന് സ്തോത്രം. എല്ലാം മാറ്റി കർത്താവ് കൃപയാൽ തൻ്റെ തിരുവിലാവിനോട് ചേർത്ത് പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്ക് യേശുവിൻ്റെ തിരുമാറോട് ചേരാം, യേശുവിൻ്റെ തിരുവിലാവിനോട് ചേരാം. അവിടെ നിന്ന് ആ തിരുരക്തം ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങളെ ചേർത്തണച്ച് പിടിക്കുന്നത്, അവൻ്റെ തിരുവിലാവിനോട് ചേർത്തണച്ച് പിടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അനുഭവിക്കാം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതൊരു ഭാഗ്യാനുഭവമാണെന്ന് ഞാൻ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം നേടിയാലും യേശുവിൻ്റെ സാന്നിധ്യം കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. യേശുവിൻ്റെ തിരുവിലാവിനോട് ചേർന്ന് നിങ്ങൾ അണഞ്ഞു നിൽക്കുക. കർത്താവിന് സ്തോത്രം. നിങ്ങൾ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുക. കർത്താവെ, ഇത്രയും കാലം നഷ്ടപ്പെട്ട കാലങ്ങൾ, ഇത്രയും കാലം പാഴായിപ്പോയ കാലങ്ങൾ, എന്നാൽ നാഥ ഇന്ന് ഞാനിതാ നിൻ്റെ തിരുസന്നിധിയിലേക്ക് വന്നിട്ട് നിൻ്റെ തിരുമാറോട് അണയുന്നു. നാഥ, ഇത്രയും കാലം നഷ്ടത്തിൻ്റെ കാലങ്ങളാണ്. എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ഇല്ല കർത്താവേ, ഇല്ല. ഒന്നിലും എനിക്ക് അഭിമാനിക്കാനില്ല. എനിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലജ്ജിക്കാനേ ഉള്ളൂ. ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൂഢതയോർത്ത് ലജ്ജിക്കാനേ ഉള്ളൂ, എൻ്റെ വിഡ്ഢിത്തോർത്ത് ലജ്ജിക്കാനേ ഉള്ളൂ, എൻ്റെ അശുദ്ധിയോർത്ത് ലജ്ജിക്കാനേ ഉള്ളൂ, എൻ്റെ പണസ്നേഹോർത്ത് ലജ്ജിക്കാനേ ഉള്ളൂ, എൻ്റെ വ്യാഗ്രഹോർത്ത് ലജ്ജിക്കാനേ ഉള്ളൂ, എൻ്റെ സ്വാർത്ഥയോർത്ത് ലജ്ജിക്കാനേ ഉള്ളൂ. ചിന്തിച്ചാൽ ലജ്ജിക്കാനുള്ളത് എൻ്റെ കൈവശമുള്ളൂ. പിണക്കമുണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു, ഇഷ്ടക്കേടുണ്ടായിരുന്നു, മുഷ്ടിലുണ്ടായിരുന്നു, എല്ലാം ഓരോന്നോരോന്ന് ഓർത്ത് വയ്ക്കാൽ എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു. കർത്താവേ, ലജ്ജിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നാഥ, അതെല്ലാം മാറ്റി എന്നെ നിൻ്റെ തിരുമാറോട് ചേർത്തണയ്ക്കാൻ നിൻ്റെ കരം എൻ്റെ നേരെ നീട്ടി.
ആണിപ്പാടുള്ള കരം നീട്ടി എന്നെ പയ്യെ പയ്യെ ചേർത്ത് നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിന് മാറോട് അണയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിന് തിരുവിലാവിനോട് ചേർന്ന് അണയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിൻ്റെ അത്തിരക്തം പുരണ്ട മാറിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവൻ നിങ്ങളെ മനോഹരമായി നടത്തും. നിങ്ങളുടെ മക്കളെ മനോഹരമായി നടത്തും. നിങ്ങളുടെ മക്കളെ മനോഹരമായി നടത്തും. അവൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഭാവിയെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ഭാവിയെ ശൂന്യതയിലേക്ക് കളയരുത്. ഭാവിയെ പിശാചിന് വിട്ടുകൊടുക്കരുത്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ ഒരു വാക്ക് പറയണം: കർത്താവേ, നഷ്ടത്തിൻ്റെ കാലങ്ങളേറെയുണ്ട്. എന്നാൽ ഇന്ന് നിൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി സമർപ്പിക്കുകയാണ്. സമർപ്പണം എടുത്തതാണ്, പക്ഷേ ഇന്ന് ഒന്നുകൂടി ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഇനി നഷ്ടത്തിൻ്റെ ഒരു നിമിഷം പോലും ഉണ്ടാകുകയില്ല. കർത്താവേ, ഞാൻ കാട്ടുപന്നിയെ അയക്കുകയില്ല. വയലിലെ മൃഗങ്ങൾ തിന്നുകളയാനും കാട്ടുപന്നി മാന്തി കളയാനും ഇടവരുത്താതെ എന്നെ തന്നെ ഞാൻ സൂക്ഷിക്കും. കർത്താവേ, നിൻ്റെ തിരക്തത്താലിനെ വല ഞാൻ ചെയ്യണമേ. തിരക്തത്താലിന് കോട്ട കെട്ടണമേ. തിരക്തത്താലുള്ള കോട്ടയ്ക്കകത്ത് ഞാൻ സംരക്ഷിതനായിരിക്കണമേ. കർത്താവേ, നിൻ്റെ കൃപ എന്നോടുകൂടെ ഇരിക്കണമേ. പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? സമർപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വിവരങ്ങൾക്ക് ഏൽപ്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ നല്ല സമയമാണ്, നല്ല അവസരമാണ്. ഏൽപ്പിച്ചു കൊടുക്കൂ. പ്രിയ മക്കളെ, നിങ്ങൾ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കൂ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കൂ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. മറക്കരുതേ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിന് നിങ്ങളെക്കുറിച്ച് മനസ്സരിവുണ്ട്. വിശ്വസിക്കുക. നിങ്ങൾ നന്നായി നല്ലതുപോലെ നല്ല ഭാവി തരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവി തരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ശോഭനമായ ഭാവി തരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അരികത്തിലേക്ക് വന്നിട്ട് അവന്ന് ചേർന്ന് നിന്നിട്ട് പറയുകയാണ്: മോനെ, ഞാൻ പറഞ്ഞത് നിനക്ക് കേട്ടില്ലേ? മോളെ, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടില്ലേ? നീ എന്ത് പറയുന്നു? നിൻ്റെ ജീവിതം നീ എനിക്ക് തരാമോ? എൻ്റെ കരങ്ങളിലേക്ക് ഇതിനെ ഏൽപ്പിക്കാമോ? ഞാൻ നിന്നെ പൊന്നാക്കി തരാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരാം. കർത്താവ് പറയുകയാണ്: നിൻ്റെ ഈ ഇതുവരെയുള്ള ജീവിതത്തിൽ വന്നുപോയ കേടുകളും എല്ലാ പോരായ്മകളും മാറ്റി നിനക്ക് ഞാൻ സമാധാനം തരാം. ദൈവത്തിന് സ്തോത്രം. വന്നതെല്ലാം ഞാൻ ക്ഷമിച്ചു തരാം. എന്തെല്ലാം തെറ്റുകൾ വന്നിട്ടുണ്ടോ എല്ലാം പുറത്തു തരാം. എൻ്റെ രക്തം സകല പാപം പോക്കി ഇതിനെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇത് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കാം. കർത്താവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാം: കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. കർത്താവേ, ഇത്രയും കാലം ഞാൻ ബോധമില്ലാത്തതിനെ പോലെ ജീവിച്ചു. ഇത്രയും കാലം ഞാൻ സുബോധമില്ലാത്തവളെ പോലെ ജീവിച്ചു. എന്നാൽ ഇന്ന് എൻ്റെ യേശു എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് അതാ ഞാൻ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് കൈമാറുകയാണ്. കർത്താവേ, ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു പ്രാധാന്യവുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു പിടിയുമില്ല, യാതൊരു വ്യവസ്ഥയുമില്ല. കർത്താവേ, ഇതാ എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ വെച്ച് തരുന്നു. കർത്താവേ, ആണിപ്പാടുള്ള കരങ്ങളിൽ നീ എന്നെ എടുക്കണമേ, എന്നെ തൊടണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാം. വ്യക്തമായ തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ നല്ല മുന്തിരിങ്ങ കായ്ക്കും, നല്ല ശ്രേഷ്ഠ മുന്തിരിങ്ങ കായ്ക്കും. ഞാൻ ഇനിയും കാട്ടുമുന്തിരിങ്ങ കായ്ക്കുകയില്ല. കർത്താവേ, നിൻ്റെ തോട്ടമായി ഞാൻ നിൽക്കും. ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശും. ഈ തോട്ടത്തിൽ നിന്ന് നല്ല വിശിഷ്ടഫലം ഭുജിക്കാൻ കിട്ടും. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. നീ എനിക്ക് ചുറ്റും വേര് കെട്ടി എന്നെ പറഞ്ഞയക്കണമേ. ചുറ്റും വേര് കെട്ടി എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുകയോ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും വേര് കെട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അരിയിലേക്ക് വരുന്ന യേശുവിനെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ആത്മക്കണ്ണുകൾക്ക് പ്രകാശം തരണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ സമാധാനം അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തലോടണമേ. എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭാരപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. മനസ്സ് നൊന്ത് വിങ്ങിയിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. എല്ലാവരെയും നിന്റെ കൃപയിൽ പൊതിയണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.